ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മാള പാറപ്പുറം ചക്കിയത്ത് സിജോയുടെ ഭാര്യ 31 വയസ്സുള്ള നീതുവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കിടെ യുവതി മരിച്ചു. ചന്ദ്രാപ്പനി സ്വദേശിനിയായ 28-കാരി കാർത്തികയാണ് ചികിത്സയ്ക്കിടെ മരിച്ചത്. കുറുമശ്ശേരിയിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. നിതിൻ, ദീപക് എന്നിവരെയാണ് ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മാള പാറപ്പുറം ചക്കിയത്ത് സിജോയുടെ ഭാര്യ 31 വയസ്സുള്ള നീതുവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ശസ്ത്രക്രിയ നടത്തിയ ചാലക്കുടി പോട്ട പാലസ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ചാലക്കുടി പോട്ടയിൽ പ്രവർത്തിക്കുന്ന പാലസ് ഹോസ്പിറ്റലിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്കായി ഞായറാഴ്ചയാണ് നീതു അഡ്മിറ്റായത്. തിങ്കളാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ. പ്രസവം കഴിഞ്ഞ് 9 ദിവസത്തിന് ശേഷമാണ് നീതു ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. ഇതിനിടെ ഫിക്സ് വന്ന് നീതു ഗുരുതരാവസ്ഥയിലായി. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നീതുവിനെ പാലസ് ഹോസ്പിറ്റലിൽ നിന്നും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് നീതു മരണപ്പെട്ടത്. തുടർന്ന് പാലസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയതിലെ അപാകത മൂലമാണ് നീതു മരണപ്പെട്ടത് എന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. ഇതോടെയാണ് ചാലക്കുടി പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, മാള. കൊടുങ്ങല്ലൂരിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കിടെ യുവതി മരിച്ചു. ചന്ദ്രാപ്പനി സ്വദേശിനിയായ 28-കാരി കാർത്തികയാണ് ചികിത്സയ്ക്കിടെ മരിച്ചത്. പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമരം തുടങ്ങുമെന്ന് കാർത്തികയുടെ ബന്ധുക്കൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ സിസേറിയനിലൂടെ 2ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ ചന്ദ്രാപ്പനി സ്വദേശിനിയായ 28-കാരി കാർത്തികയാണ് ചികിത്സയ്ക്കിടെ മരിച്ചത്. പ്രസവശേഷം 9 ദിവസം താലൂക്ക് ആശുപത്രിയിൽ കിടന്നിരുന്നു. ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് പഴുപ്പ് കണ്ടതോടെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് നീക്കിയെങ്കിലും കൂടുതൽ ആന്തരിക അവയവങ്ങളിലേക്ക് പഴുപ്പ് ബാധിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ കാർത്തിക മരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്ന് കാർത്തികയുടെ ഭർത്താവ് അഷിമോൻ ആരോപിച്ചു. പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ സമരം തുടങ്ങുമെന്ന് കാർത്തികയുടെ ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുറുമശ്ശേരിയിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. നിതിൻ, ദീപക് എന്നിവരെയാണ് ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും കൊട്ടേഷൻ ഗുണ്ടകളാണെന്ന് പോലീസ് അറിയിച്ചു. ഗുണ്ടകൾക്കിടയിലെ കുടിപ്പകയാണ് കൊലയ്ക്ക് കാരണമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെയാണ് ഗുണ്ടാ നേതാവായ വിനു വിക്രമൻ കൊല്ലപ്പെട്ടത്. ഇന്നലെ ബാറിൽ മദ്യപിക്കാനെത്തിയ വിനുവിനെ ഒരാൾ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. കുറുമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലിട്ടാണ് കൊലപാതകം നടത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിനുവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ദേഹമാസകലം വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അത്താണി സിറ്റി ബോയ്സ് എന്ന പേരിലുള്ള ക്രിമിനൽ സംഘത്തിലെ പ്രധാനിയായിരുന്നു വിനു. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2019 ഗില്ലാപ്പി ബിനോയ് എന്ന ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1ാം പ്രതിയാണ് കൊല്ലപ്പെട്ട വിനു. ജാമ്യത്തിലിറങ്ങിയ വിനു ബാറുകളിലും പാറമടകളിലും പണപ്പിരിവ് നടത്തിയിരുന്നു. മയക്കുമരുന്ന് ഇടപാടും ഇവർ നടത്തിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം വിനു ചില ആളുകളുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. വിനുവിനെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയ ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. മധുരകത്ത് ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തതായി പരാതി. കയ്പമംഗലം സ്വദേശി മാളിയേക്കൽ ശകുന്തളയെ കബളിപ്പിച്ചാണ് ബൈക്കിലെത്തിയാൽ ലോട്ടറി തട്ടി പറിച്ച് കടന്നു കളഞ്ഞത്. ശകുന്തള മധുരകം പോലീസിൽ പരാതി നൽകി. രാവിലെ 10 മണിയോടുകൂടിയാണ് സംഭവം. മകനെ കാണുന്നതിനായി മതിലകം മതിൽ മൂലയിലേക്ക് പോകും വഴി ടിക്കറ്റ് വിറ്റ് വരികയായിരുന്നു.
ഈ സമയം ബൈക്കിലെത്തിയയാൾ കൈവശം എത്ര ടിക്കറ്റ് ഉണ്ടെന്ന് ചോദിച്ചു. 50 രൂപയുടെ 18 ടിക്കറ്റ് ഉണ്ടെന്ന് അറിയിച്ചപ്പോൾ മൊത്തമായി ഞാൻ എടുത്തോളാമെന്നും എനിക്ക് തൊട്ടടുത്ത് ചായക്കട ഉണ്ടെന്നും വണ്ടിയിൽ കയറിയാൽ അവിടെ നിന്നും പൈസ എടുത്തു തരാമെന്നും പറഞ്ഞതായും വണ്ടിയിൽ കയറാതായപ്പോൾ കയ്യിലിരുന്ന മൊത്തം ടിക്കറ്റും തട്ടിപ്പറിച്ച് കടന്നു കളയുകയായിരുന്നുവെന്നും ശകുന്തള മതിലകം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. 6 വർഷമായി കയ്പമംഗലത്തും പരിസര പ്രദേശങ്ങളിലുമായി ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിവരുന്നയാളാണ് ശകുന്തള. മീഡിയ ടൈം, കയ്പമംഗലം. തിരക്കേറിയ റോഡിനോട് ചേർന്ന് അനധികൃതമായി കരിങ്കലടക്കമുള്ള വേസ്റ്റ് അടിച്ചിരിക്കുന്നത് അപകടക്കണിയായി മാറുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സേക്രഡ് ഹാർട്ട് കോളേജിന് എതിർവശത്താണ് റോഡരികിൽ വേസ്റ്റ് അടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കരിങ്കലിൽ തട്ടി ഇരുചക്രവാഹന യാത്രികന് അപകടം സംഭവിച്ചിരുന്നു. കരിങ്കല്ലും മണ്ണും കട്ടയും അടങ്ങിയവയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിനോട് ചേർന്ന് കൊണ്ടിട്ടിരിക്കുന്നത്. 2 ഇടങ്ങളിലായി 4ഓളം ലോഡ് വേസ്റ്റ് ആണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. ഏതോ കെട്ടിടം പൊളിച്ചതിൻ്റെ അവശിഷ്ടമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. റോഡിൻ്റെ ഉയരം കൂടിയ വശങ്ങൾ ലെവൽ ചെയ്യാനാണിതെന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത്. എന്നാൽ മണ്ണിന് പുറമെ വലിയ കരിങ്കല്ലുകളും കട്ടകളും അടങ്ങിയ മാലിന്യങ്ങൾ കണ്ടതോടെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചതാണെന്ന് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കരിങ്കല്ലിൽ തട്ടി ഇരുചക്രവാഹന യാത്രികന് അപകടം സംഭവിച്ചിരുന്നു. തിരക്കേറിയ ഈ റോഡിൽ ഈ അവശിഷ്ടങ്ങളിൽ തട്ടി ഇനിയും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. അനധികൃതമായി നിക്ഷേപിച്ചിട്ടുള്ള ഇവ ഉടൻ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത തലോർ ബൈപ്പാസിൽ പശുവിന്റെ ജഡം തള്ളി. കൂറ്റൻ പശുവിന്റെ ജഡം അഴുകി തുടങ്ങിയതോടെ ദേശീയപാതയിലും സമീപ പ്രദേശങ്ങളിലും രൂക്ഷമായ ദുർഗന്ധം പരന്ന നിലയിലാണ്. പാലക്കാട്ടേക്ക് കന്നുകാലികളെ കയറ്റി വന്ന ലോറിക്കാർ ചത്ത പശുവിനെ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതുന്നു. തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിനും BRDക്കും സമീപത്തായി മാലിന്യം തള്ളുന്ന ഭാഗത്താണ് പശുവിന്റെ ജഡം കണ്ടത്. ചൊവ്വാഴ്ച രാവിലെ ഇതിലെ വന്ന വഴിയാത്രക്കാരാണ് സംഭവം അറിഞ്ഞത്. പാലക്കാട്ടേക്ക് കന്നുകാലികളെ കയറ്റി വന്ന ലോറിക്കാർ ചത്ത പശുവിനെ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതുന്നു. ഇവിടെ മുമ്പും ഇത്തരത്തിൽ ചത്ത കന്നുകാലികളെ തള്ളിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശീയപാതയിൽ നെന്മണിക്കര, പുത്തൂർ, തൃക്കൂർ പഞ്ചായത്തുകളിലും തൃശൂർ കോർപ്പറേഷനിലും ഉൾപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇതുമൂലം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും വേണ്ടവിധം ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി. ദേശീയപാതയിലെയും ടോൾ പ്ലാസയിലെയും നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ പട്ടാരി സമുദായക്കാർ വെന്നിക്കൊടി നാട്ടി കുമ്പളങ്ങ ബലിയർപ്പിച്ചു. ഗുരുതി സമർപ്പിച്ചതോടെ ഭരണിയാഘോഷ ചടങ്ങുകൾക്ക് അവസാനമായി. പുലർച്ചെ കിഴക്കേ നടയിലെ പള്ളിമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് ഓട്ടുകിണ്ടിയും വാൽക്കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തിയ ശേഷം വരിയരി പായസം നിവേദിച്ചു. ദാരിക നിഗ്രഹത്തിനിടയിൽ പരിക്കേറ്റ ദേവി പാലക്കാവേല നിർദ്ദേശിച്ച ചികിത്സയ്ക്ക് ശേഷം ഭക്തർക്ക് ദർശനം നൽകുന്നതാണ് ഈ ചടങ്ങ്. മുത്താശി ചെത്തിമിനുക്കിയ അരക്കാമരത്തടിയിൽ രാവിലെ 9 മണിയോടെ പട്ടാരി സമുദായം വെന്നിക്കൊടി ഉയർത്തി. പിന്നീട് കോഴിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി സമർപ്പിച്ചതോടെ ഭരണിയാഘോഷ ചടങ്ങുകൾക്ക് അവസാനമായി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. 1 മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിൽ നിന്നും ത്യാഗത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. മാള ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മഹൽ ഖത്തീബ് സുബൈർ മനാനി നേതൃത്വം നൽകി. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പൊന്നാനി കടപ്പുറത്താണ് ഇന്നലെ മാസപ്പിറ കണ്ടത്. തുടർന്ന് വിവിധ ഖാസിമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഖാസിമാരുടെ പ്രഖ്യാപനം വന്നതോടെ പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങി. ഇതോടെ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ കടന്നു. റമദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത്. ഒരുമിച്ച് കൂടിയും പരസ്പരം സ്നേഹം പങ്കുവച്ചുമാണ് കുടുംബങ്ങൾ ഒത്തുകൂടുന്നത്. മാള ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മഹൽ ഖത്തീബ് സുബൈർ മന്നാനി നേതൃത്വം നൽകി. പ്രസിഡന്റ് A അഷ്റഫ്, ഭാരവാഹികളായ കടവിൽ റിയാസ്, NK സൈഫുദ്ദീൻ, ഹബീബ് എന്നിവർ ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
മാംബ്രെ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മഹൽ ചീഫ് ഇമാം സുനീർ മിസ്ബാഗി മണ്ണാർക്കാട് നേതൃത്വം നൽകി. വ്രതം പകർന്നു നൽകിയ ആത്മവിശുദ്ധി ജീവിതത്തിലുടനീളം പകർത്തുക എന്നതാവണം വിശ്വാസിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മാനവമേത്രിയും അനീതിയോടുള്ള നിലയ്ക്കാത്ത സമരവും വിശ്വാസിയുടെ ബാധ്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രദേശവാസികളും അതിഥി തൊഴിലാളികളും അടക്കം ആയിരക്കണക്കിന് പേർ നിസ്കാരത്തിന് പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. പുത്തൻവേലിക്കര താഴഞ്ചിറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തജനങ്ങളെ ആവേശഭരിതത്തിലാക്കിയ കൊട്ടും കളിയോടും കൂടി സമാപിച്ചു. താഴഞ്ചിറ അമ്മയ്ക്ക് മുന്നിൽ പുലയ സാംബവ വിഭാഗക്കാർ കൊട്ടും കളിയും കാഴ്ചവെച്ചു. ദേവീസ്തുതി പാടി പുലരുവോളം മുടിയാടി ആനന്ദ കാഴ്ചയായി. പായ്ക്കാട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കരോട്ടുകര, വട്ടക്കാട്ടുകുന്ന് എന്നിവിടങ്ങളിൽ നിന്നുള്ള താലം വരവിന് ശേഷമാണ് ഭക്തിനിർഭര കൊട്ടും കളിയും മുടിയാട്ടവും ആരംഭിച്ചത്. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രാജപ്പൻ പരുത്തിപ്പള്ളി, KC മധു, VR രാജേഷ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊരട്ടി മധുര കോഡ്സ് കോമ്പൗണ്ടിലും നാഷണൽ ഹൈവേയുടെ വശങ്ങളിലും വൻ തീപിടുത്തം. കൊരട്ടി പോലീസ് സ്റ്റേഷൻ സമീപത്തായി റോഡരികിലെ മാലിന്യത്തിനാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് പുല്ലിനും അടിക്കാടുകളിലേക്കും തീ പടർന്നു കയറുകയായിരുന്നു. തീ മധുര കോഡ്സിന്റെ അടഞ്ഞുകിടക്കുന്ന കമ്പനി കോമ്പൗണ്ടിലേക്ക് പടർന്ന് വൻ തീപിടുത്തമായി മാറി. കമ്പനി വളപ്പിലും ദേശീയപാതയോരത്തും തീ അണയ്ക്കുവാൻ സാധിച്ചത് വലിയ ദുരന്തം ഒഴിവാക്കി. ദേശീയപാതയിലേക്ക് പുക ഉയർന്നു പൊങ്ങിയതും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിലെ പുതിയ ഭൂഗർഭ പള്ളി പ്രാർത്ഥനയ്ക്കായി തുറന്നു. ഈദുൽ ഫിത്തർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പെരുന്നാൾ നിസ്കാരമാണ് പുതിയ പള്ളിയിൽ ആദ്യം നടന്നത്. ഇന്ന് രാവിലെ 8 മണിക്ക് ചേരമാൻ പള്ളിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇമാം ഡോക്ടർ സലീം നദവി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. വടക്കേക്കര വിജ്ഞാന പ്രകാശ സംഘം വക ചക്കമരശ്ശേരി ശ്രീ കുമാര ഗണേശമംഗലം മഹാക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ദീപാരാധനയ്ക്കും ദീപക്കാഴ്ചയ്ക്കും ശേഷം നടന്ന കൊടിയേറ്റത്തിന് KK അനിരുദ്ധൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിജ്ഞാന പ്രകാശക സംഘം സെക്രട്ടറി KP സജീവ് നേതൃത്വം നൽകി. 7ാം നാൾ തിങ്കൾ ആറാട്ട് മഹോത്സവം വൈകിട്ട് 4-ന് പകൽപൂരം, തുടർന്ന് വർണ്ണപ്പകിട്ടാർന്ന കുടമാറ്റം എന്നിവ നടക്കും. പറവൂർ ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിന് തന്ത്രി R ശ്രീനിവാസ വാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാരായണൻ വാദ്യാർ, അരുൺ ആചാര്യ എന്നിവർ സഹ കാർമ്മികത്വം വഹിച്ചു. ശ്രീ വെങ്കടാചലപതി ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ പൈ, സെക്രട്ടറി ഉദയചന്ദ്ര ഷേണായി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ധ്വജാരോഹണം, പല്ലക്ക് പൂജ, സമാരാധന എന്നിവയും കൊങ്കിണി നാടകവും നടന്നു. ആറാട്ട് മഹോത്സവം ഏപ്രിൽ 15-ന് സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പ്രസവം നിർത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മാള പാറപ്പുറം ചക്കിയത്ത് സിജോയുടെ ഭാര്യ 31 വയസ്സുള്ള നീതുവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചികിത്സയ്ക്കിടെ യുവതി മരിച്ചു. ചന്ദ്രാപ്പനി സ്വദേശിനിയായ 28-കാരി കാർത്തികയാണ് ചികിത്സയ്ക്കിടെ മരിച്ചത്. കുറുമശ്ശേരിയിൽ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. നിതിൻ, ദീപക് എന്നിവരെയാണ് ചെങ്ങമനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.